എല്ലാവർക്കും Ammus Creation ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് ഞാൻ 4 സാരി ഓർഗൻഡി വൈറ്റ് സാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡിസൈൻസ് എല്ലാം ചെയ്തിട്ട്. അപ്പോൾ അതിൽ 4ാമത്തെ സാരി കാണിച്ചത് കച്ച് വർക്ക് ആയിരുന്നു ചെയ്തത്. അന്ന് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു ട്യൂട്ടോറിയൽ ഇടാമെന്ന്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് കാണിക്കാൻ പോകുന്നത്, കച്ച് വർക്ക്. അപ്പോൾ കച്ച് വർക്ക് ഇപ്പോൾ ഞാൻ ഈ ടോപ്പിൽ കച്ച് വർക്കാണ് ചെയ്തേക്കുന്നത്. സെൻറ്റർ പോർഷൻ മാത്രം ഫുൾ ലെങ്ത് തയ്ച്ചിട്ടുണ്ട്. ഒരു സ്മോൾ ഡിസൈൻസ് ആണ്. അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ബീഡും വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഡിസൈൻ ഈ കുർത്തയിൽ ചെയ്തിരിക്കുന്ന ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ കച്ച് വർക്ക് ചെയ്യാൻ ബിഗിനേഴ്സിന് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. 2-3 സ്റ്റിച്ചസ് പഠിച്ചു കഴിഞ്ഞിട്ട് കച്ച് വർക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിൻ്റെ നൂലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുക്കുന്നത്, അത് ഫില്ല് ചെയ്യാൻ കുറച്ച് സമയവും എടുക്കും. അന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഡിഫിക്കൽട്ടല്ല, പക്ഷെ അതിനൊരു ഇത് വേണം. ബിഗിനേഴ്സ് ആദ്യം തന്നെ ഇത് സ്റ്റിച്ച് പഠിക്കാൻ പോകരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കച്ച് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട് കച്ച് വർക്ക് തയ്ക്കാനായിട്ട്. എപ്പോഴും ഡിസൈൻ്റെ പുറത്തുനിന്ന് നമ്മൾ കുത്തിയെടുക്കുക, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ കുറച്ച് പുറത്തായിട്ട് താത്തുക. എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡിസൈൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തയ്ക്കാൻ തുടങ്ങുക. എന്നിട്ട് ഇത് വീണ്ടും ഡിസൈൻ്റെ പുറത്തുനിന്ന് കുത്തിയെടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ മേളിൽ കൂടെ തന്നെ താത്തുക. ഇനി ഇത് പുറത്തോക്കൂടെ എടുക്കാൻ പറഞ്ഞത്, നമ്മൾ ഈ ഓരോ ബോക്സസും ഫില്ല് ചെയ്യണത് ഈ പുറത്തോക്കൂടെയുള്ള നൂലിൽ ഉടക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് പുറത്തേക്കൂടെ എടുക്കാൻ പറഞ്ഞത്. ഇനി ഇങ്ങനെ കോർണേഴ്സ് വരുമ്പം ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ എടുക്കണം. ഈ 3 വട്ടം ഈ കോർണർ പൊസിഷനിൽ വരുമ്പോഴാണ് നമ്മൾ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ എടുക്കേണ്ടത്. ബാക്കി എല്ലായിടത്തും മേലിൽ കൂടെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എല്ലായിടും ഫില്ല് ചെയ്തെടുക്കുക. എപ്പോഴും ഡിസൈൻ്റെ പുറത്തേക്കൂടെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് ഉടക്കി വെച്ചിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ കൂടെ നൂല് ഈ പുറത്തോട്ട് നീണ്ടിരിക്കുന്ന ത്രെഡിൽ ഉടക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ സ്ക്വയർ ബോക്സസും ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെയും താഴത്തേക്കൂടെ ഈ കോർണർ പൊസിഷനിൽ വന്നപ്പോൾ താഴത്തേക്കൂടെ നമ്മൾ എടുത്തു ത്രെഡ്. ഇനി ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ വലിയ ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ത്രെഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്നിടവിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ത്രെഡിൻ്റെ താഴത്തേക്കൂടെ എടുക്കണം. ആദ്യത്തെ ത്രെഡിൻ്റെ മേളിൽ കൂടെ, പിന്നെ താഴത്തേക്കൂടെ, പിന്നെ മേളിൽ കൂടെ, പിന്നെ താഴത്തേക്കൂടെ, അങ്ങനെ വെച്ചിട്ട് നമ്മൾ താത്തുക. ഇനി ഇവിടെ താത്തി കഴിഞ്ഞിട്ട് മേളത്തെ നൂലിൻ്റെ അവിടെ പൊക്കുക. എന്നിട്ട് താഴെ നീണ്ടിരിക്കുന്ന നൂലിൻ്റെ അടിയിൽ കൂടെ സൂചി എടുക്കുക. ഇങ്ങനെ സൂചി ഉടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ പുറത്തോട്ട് ഡിസൈൻ്റെ പുറത്തേക്കൂടെ തയ്ക്കാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്കൂടെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ, ആദ്യത്തെ ത്രെഡിൻ്റെ മേളിൽ കൂടെ, രണ്ടാമത്തെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ എടുക്കണം. അപ്പുറത്തെ ബോക്സിലോട്ട് പോകുന്നു. അങ്ങനെ അത് തന്നെ ഇവിടെ അങ്ങനെ ഉടക്കിയെടുത്തിട്ട് ആ നൂലിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ 2 നൂൽ ത്രെഡായി. അപ്പോൾ ഒന്നിൻ്റെ മേളിൽ കൂടെ, ബാക്കി 2 താഴത്തേക്ക് കൂടെ എടുക്കുക. ഇനി അപ്പുറത്തെ ബോക്സിലോട്ട് നമ്മൾ പോകും. മേളിൽ കൂടെയും താഴത്തേക്ക് കൂടെ, ഒരു ത്രെഡിൻ്റെ മേളിൽ കൂടെ, ഒരു താഴത്തേക്ക് കൂടെ നമ്മൾ പോകുന്നു. ഇനി അവിടെ ഉടക്കിയെടുത്തിട്ട് ഈ കോർണറിൽ ത്രെഡിൻ്റെ അവിടെ കൂടെ താഴത്തേക്ക് കൂടെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ 2 ത്രെഡായല്ലോ. ഒന്നിൻ്റെ മേളിൽ കൂടെയും, ഇനി ഒന്നിൻ്റെ മേളിൽ കൂടെ, ഒന്നിൻ്റെ താഴത്തേക്കൂടെയും കൂടെ നമ്മൾ എടുക്കണം. ഇനി അവിടെ ആ സൈഡിലും ഇങ്ങനെ ഉടക്കിയെടുക്കുക. ത്രെഡിൻ്റെ താഴത്തേക്കൂടെ വന്നിട്ട് ഇവിടെ ഒന്നിൻ്റെ മേളിൽ കൂടെയും ബാക്കി 2 താഴത്തേക്കൂടെ നമ്മൾ എടുക്കും. ഈ ബോക്സ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പോണത്. ഈ സൈഡിലത്തെ നൂലിൽ കൂടെ എടുക്കുക. ഒന്നിൻ്റെ മേളിൽ കൂടെ മറ്റേ 2 ത്രെഡിൻ്റെ താഴത്തേക്കൂടെ എടുക്കണം. 4 നൂല് വരുമ്പോൾ 4ാമത്തെ സൈഡ് വരുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എടുക്കണം. ഒന്നിൻ്റെ മേളിൽ കൂടെ, ബാക്കി അതിൻ്റെ താഴത്തേക്കൂടെ, 2ാമത്തിൻ്റെ താഴത്തേക്കൂടെ, പിന്നെ മേളിൽ കൂടെ, പിന്നെ താഴത്തേക്കൂടെ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോകണം. ഇനി അടുത്ത കളറിലോട്ട് നമ്മൾ പോവാം. എന്നുവെച്ചാൽ 4ാമത്തെ കോർണർ 4 വട്ടം എടുക്കണം ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കൂടെ, എന്നാലാണ് ഒരു ബോക്സ് ഫില്ലാവുന്നത്. അപ്പം 4ാമത്തെ വട്ടം എടുക്കുമ്പം
നമുക്ക് 4 ത്രെഡ് ഉണ്ടാകും. അപ്പോൾ ഓൾട്ടർനേറ്റ് ത്രെഡിൻ്റെ മേലെ കൂടെയും താഴത്തെ കൂടെ ആയിട്ട് എടുക്കണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇവിടെ ഒരു ത്രെഡിൻ്റെ മേലെ കൂടെ ബാക്കി 2 താഴത്തെ കൂടെ എടുത്തു. ഇനി നമ്മൾ ഈ ബോക്സ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ എടുക്കുമ്പം ഈ സൈഡ് ആകുമ്പം ഒന്നിൻ്റെ മേളിൽ കൂടെ ബാക്കി 2 താഴത്തെ കൂടെ നമ്മൾ എടുക്കും. ഇനി അടുത്ത സൈഡ് വരുമ്പോൾ നോക്കിയോ, നമുക്ക് 4 ത്രെഡ് ഉണ്ടാവും. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എടുക്കണം. ഒന്നിൻ്റെ മേളിൽ കൂടെ രണ്ടാമത്തിൻ്റെ താഴത്തെ കൂടെ, പിന്നെ മൂന്നാമത്തിൻ്റെ മേളിൽ കൂടെ നാലാമത്തെ താഴത്തെ, അങ്ങനെ 4 ത്രെഡ് വരും. അങ്ങനെ എടുക്കണം. അപ്പം നമ്മൾ അങ്ങനെ എല്ലാ ഇതും ഫില്ല് ചെയ്ത് കഴിഞ്ഞു നമ്മൾ താത്തുക. ഈ ചുരിദാറിൽ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞ് ഇതുപോലത്തെ 4 ട്രയാങ്കിൾ ജോയിൻ ചെയ്ത് വന്നിട്ട് അടുപ്പിച്ച് തയ്ച്ചേക്കണം. താഴെ നടുക്ക് ഒരു ബീഡ് വെച്ചേക്കണം. അങ്ങനെയാണ് ഈ ചുരിദാറിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ഒരു കളർ ത്രെഡ് ഇട്ടിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുക, ആ സ്ക്വയേഴ്സ് തയ്ച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ തയ്ക്കണത് ഉള്ളിലോട്ട് എടുക്കുമ്പം അത് വേറെ കളർ ത്രെഡ് ഇട്ട് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലേക്കൂടെയൊക്കെ ഈ ത്രെഡ് പോയിരിക്കുന്നത്. സെയിം കളർ ആകുമ്പോൾ ഏതൊക്കെ ത്രെഡ് ഇതിലേക്കൂടെ പോയെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 കളർ ത്രെഡ് ഇട്ട് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുമ്പം അങ്ങനെ തയ്ച്ച് പഠിച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ കച്ച് വർക്ക് വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഒരു ട്രയാങ്കിൾ ഷേപ്പ് ബ്ലോക്കാണ് തയ്ച്ചത്. എന്ന് പറഞ്ഞാൽ ഈ ഡിസൈനിന്റെ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ 4 തയ്ച്ചേക്കുന്നത്. ഇതിന് ഈ ഒരു ഫ്ലവർ ഈ ഡിസൈനിന് 4 അങ്ങനത്തെ ട്രയാങ്കിൾ ഷേപ്പ് തയ്ച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുഞ്ഞിതാണ് തയ്ച്ചേക്കുന്നത്. അപ്പോൾ ഡിസൈൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വലിയ ഡിസൈനാണ് വരച്ചേക്കുന്നത്. അപ്പം ഇത് തയ്ക്കണമെങ്കിൽ നിങ്ങൾ 2-3 വട്ടം കണ്ട് ചെയ്താൽ നോക്കി പഠിച്ചാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ നോട്ടത്തിൽ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. എന്ന് വെച്ചാൽ മനസ്സിലാവില്ല ത്രെഡ് ഇതിലേ കൂടെ എടുക്കണേ, താഴത്തെ കൂടെയാണോ മേളിൽ കൂടെയാണോ എടുക്കണേ ഏത് എന്നൊക്കെ ഒരു ഇച്ചിരി കൺഫ്യൂസിങ്. അപ്പം 2-3 വട്ടം കണ്ടാലാണ് നമുക്ക് നീറ്റായിട്ട് തയ്ക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.